ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇത് കുറേ നാൾ മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇപ്പം നമ്മൾ കുവൈറ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അതിന് ശേഷമാണ് നാട്ടിൽ നിന്ന് എടുത്ത കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കുവൈറ്റിലേക്ക് വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ വഴിയേ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാം കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ ആൻറ്റിയുടെ മോളെ കോളേജിലേക്ക് കൊണ്ടുവിടാൻ പോയതാണ്. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം 86% ആൾക്കാർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മൾ ഒരു 8 മണിയായപ്പോഴാണ് കോളേജിലേക്ക് കൊണ്ടുവിടാൻ പോയത്. ഇപ്പോൾ ഒരു 9 മണിയായി. അപ്പം നല്ലൊരു വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഈ ഒരു ടൈമിൽ പുറത്തിരിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ചെറിയൊരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെന്താണെന്ന് വഴിയെ പറയാം. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഒരു ഇന്നൂസ് കളിക്കാണ്. ഇങ്ങനെ ഇരുന്ന് വെച്ച് ഇന്നു കളിക്കാന്ന് കേട്ടോ. അതേപോലെ മുഖത്തൊക്കെ ഇവിടെ വന്നതിന് ശേഷം പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു, കൊതുക് അടിച്ചതിൻ്റെ. അപ്പോൾ അതിൻ്റെ ഓയിൽമെൻറ്റ് കൊടുത്താണ് നോക്ക്. അത് വെച്ചിട്ടാണ് അവൾ കളിക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ പുറത്തൊക്കെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ വെള്ളം നനച്ച് കൊടുക്കുകയാണ്. ഇവിടെ നല്ല ഫ്രഷ് കരിവേപ്പില ഇട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കുവൈത്തിൽ വന്നതിന് ശേഷം അങ്ങനെ ഫ്രഷ് കരിവേപ്പിലൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇതാക്കലാന്ന്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം കറിയിലെല്ലാം കരിവേപ്പില ഇതുപോലെ പറിച്ചിടരുത്. അപ്പോൾ അതൊക്കെ ഒരു രസമാണ്. ഇവിടെയൊക്കെ വെള്ളം എന്നൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം നനക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. പക്ഷെ എനിക്ക് ഇതിൻ്റെ റൂൾസും റെഗുലേഷൻസും ഒന്നും അറിയില്ല. ഇങ്ങനെ ചെടിക്ക് വെള്ളം നനക്കണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നിനും ഓരോ ലെവലല്ലേ. അപ്പോൾ അതൊന്നും അറിയുകയും ചെയ്യില്ല. അപ്പോൾ തോന്നിയ പോലെ നനക്കാന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയുമാണ്. അപ്പോൾ ചട്നി ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഡ്ഡലിയിൽ അതായത് സാമ്പാറിൽ എനിക്ക് മുരിങ്ങക്കോല് മാത്രമേ ഇഷ്ടം. അപ്പോൾ അത് മാത്രം എടുത്ത് കഴിക്കുന്നതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഇന്നോസിന് കക്കിരി കട്ട് ചെയ്ത് തോല് കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിക്കുന്നത് കണ്ടിട്ട് ഓക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊടുത്താണ്. പിന്നെ ഇന്ന് ഞാനൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഈ വാഴയിലയാണ് കേട്ടോ. വാഴയില മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ആകുമ്പോൾ നമുക്ക് ഫ്രഷൊക്കെ മുറിച്ച് ഇതാക്കുക. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാനിങ്ങിലുള്ള അത് പൊതിച്ചോറുണ്ടാക്കി കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഞാൻ ഉള്ളത്. ഇത് ചമ്മന്തിക്ക് വേണ്ടി തേങ്ങയൊക്കെ ചേരേണ്ടതാണ്. പൊതിച്ചോറ് കുറേ കറികളൊന്നും ഇല്ല, ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ എന്നല്ല പറയുന്നില്ലേ, അതുപോലെയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരണ്ടി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് വാരി തിന്നാൻ അത് തിന്നാനൊരു രസമാണ്. അപ്പോൾ അതേപോലെ തന്നെ മീൻ പൊഴിച്ചതിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ കറിവേപ്പിലെല്ലാം എടുത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തിന്നതിനാൽ ഒരു സാറ്റിസ്ഫിക്കേഷൻ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ചമ്മന്തി ആക്കാൻ പോകുന്നത്. ചമ്മന്തിക്ക് നമ്മൾ നോർമലി തേങ്ങ, പച്ചമുളക്, ഇഞ്ചി അതൊക്കെ ഇട്ടിട്ട് നോർമൽ ചമ്മന്തി തന്നെയാണ്. വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ്. അതേതുണ്ടെങ്കിൽ പറഞ്ഞുതരാം. തേങ്ങയും അതുപോലെ തന്നെ 4-5 എരിവിന് ആവശ്യമായ പച്ചമുളകും പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കഷ്ണം ഇഞ്ചിയും ലേശ തൈരും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ചമ്മന്തി. പറയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ലെവലിലെല്ലാം ആക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ലെവലിലാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് അതും കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ഐറ്റം എളുപ്പ പരിപാടിയാണ് കേട്ടോ. മൊത്തം ഇതിപ്പോൾ മുട്ടാംപ്ലേറ്റാണ്. മുട്ടാംപ്ലേറ്റും കൂടി ആക്കുന്ന ഇതില്ല എന്നുള്ളത്. പിന്നെ ഇത് നമ്മൾ കറിവേപ്പില പറിച്ച് വെച്ചാണ് കേട്ടോ. നമുക്ക് ഇതിന് ഓരോന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 അല്ലി കറിവേപ്പില പറിച്ച് വെച്ചാണ്. ഇത് നമ്മളെ എന്താ പറയുക, മുട്ടാംപ്ലേറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ ഉമ്മ. ആ ടൈമിൽ ഞാൻ ഈ ഇലയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഗ്യാസിൻ്റെ മുകളിൽ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് നമ്മൾ അടുത്തായി ചെയ്യുന്നത് മുട്ട ഓംലേറ്റാണ്. മുട്ട ഓംലേറ്റ് നമ്മൾ പാന് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് നോർമലി പാനിൻ്റെ മുകളിൽ വെള്ളം പോകാനുള്ള സബൂറൊന്നും ഇല്ല, അതുകൊണ്ട് ക്ഷമയില്ലാന്ന്, അതുകൊണ്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ ഒഴിച്ചോട്ടോ, അങ്ങനെ ഒഴിച്ച് പൊരിക്കാണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഴയില എങ്ങനെയാണ് ഇടേണ്ടതെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം. ഇപ്പം നമ്മൾ മുട്ട ഓംലേറ്റൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ചമ്മന്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വിളമ്പി സെറ്റാക്കണം. പക്ഷേ എനിക്ക് എവിടെ തുടങ്ങണമെന്നറിയില്ല. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ആക്കിയെടുത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. തട്ടിക്കൂട്ടി എന്താ പറയുക, പൊതിച്ചോറെന്നും പറയാം. ഇതിപ്പോൾ ചോറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചമ്മന്തി, അച്ചാർ, 2 തരം അച്ചാറുണ്ട് കേട്ടോ. മാങ്ങ അച്ചാറുണ്ട്, അതുപോലെ തന്നെ മിക്സ്ഡ് അച്ചാറില്ലേ, ബീട്രൂട്ട്, ഈത്തപ്പഴം, അതും ഉണ്ട് കേട്ടോ. പിന്നെ മീൻ പൊരിച്ചത്, സാമ്പാർ കറി, രാവിലെ സാമ്പാർ കറിയാണ് കേട്ടോ. രാവിലെ നമ്മൾ ഇഡ്ഡലിക്ക് കൂട്ടിയ സാമ്പാർ കറിയാണ് അത്. പിന്നെ മുട്ട ഓംലേറ്റ്, ഇതൊക്കെ വെച്ച് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പപ്പടം വെക്കാൻ മറന്നു കേട്ടോ. അതൊക്കെ എല്ലാം അയച്ചിട്ടുണ്ടായിന്. ഇതിങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും മടക്കിയിട്ടില്ലാന്ന് കഴിക്കണ്ട. അപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വന്നു. പിന്നെ മടക്കാനൊന്നുമില്ല, ഈ ലെവലിലാണ് തിന്നത്. പൊതിച്ചോറൊന്നും പറയുക, എല്ലാന്നും പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.